10 വർഷത്തെ LDF ഭരണം അവസാനിപ്പിച്ച് UDF അധികാരത്തിലേക്ക് എത്താൻ അതിനിർണായകമായ കാരണങ്ങളിലൊന്ന് ശബരിമല വിഷയമാണ് എന്ന് മറ്റാരേക്കാളും സമ്മതിക്കുന്നവരാണ് UDF. എന്നാൽ സതീശൻ സർക്കാരിൻ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറായി അഡ്വക്കേറ്റ് KV പ്രദീപിനെ നിയമിക്കുമ്പോൾ ശ്രീ KV പ്രദീപ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വഴിവിട്ട് സഹായിച്ച സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി കോടതികളിൽ വ്യവഹാരങ്ങൾ നടത്തുന്ന ആളാണ് എന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ക്യാബിനറ്റിലെ അംഗങ്ങളും മറന്നുപോയത്? നോക്കൂ, ശബരിമല വിഷയം ഇടതുപക്ഷത്തെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടതിനു ശേഷം വൈകിയാണെങ്കിൽ പോലും സ്വർണ്ണക്കൊള്ളയ്ക്ക് പ്രധാന പങ്കാളിയായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് ശ്രീ A. പത്മകുമാർ നിരുത്തരവാദപരമായി പെരുമാറിയെന്ന് വൈകി മനസ്സിലാക്കി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കേണ്ടി വന്നു LDFന്, CPMന്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറായി ഹൈക്കോടതിയിൽ വിശിഷ്യ ദേവസ്വം ബോർഡുമായി ഒക്കെ ബന്ധപ്പെട്ടുള്ള കേസുകൾ നടത്താനായി ഇങ്ങനെയുള്ള ഒരു വക്കീലിനെ തന്നെ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം ദേവസ്വം ബോർഡ് മന്ത്രിയുമായി ആലോചിച്ച് നിയമിച്ച വാർത്ത പുറത്തു വന്നത് സ്വാഭാവികമായി UDFൽ പ്രതീക്ഷ അർപ്പിച്ച ആളുകളെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടാകും. എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിശേഷ്യ CPIM മുതൽ കോൺഗ്രസ് വരെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ RSS സ്വാധീനം ചെലുത്തുന്നുള്ള ആരോപണം ഓരോ പാർട്ടികളും ഉയർത്തി കാണിക്കാറുണ്ട്. CPIM ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുമ്പോൾ ഇവിടുത്തെ പോലീസുകാരെ എങ്ങനെയാണ് RSSന് അനുകൂലമായി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തെളിവ് സഹിതമായിരുന്നു കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസ്സുകാർക്ക് RSSുമായിട്ടുള്ള ചില താല്പര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രീ സതീശനെ മുൻനിർത്തി എത്രയോ തവണ വിവരിച്ചിട്ടുള്ളവരാണ് CPIMന്റെ നേതാക്കന്മാർ. നോക്കൂ, CPIMനെ BJPയോട് അവർ കാണിച്ചിട്ടുള്ള ചില വിട്ടുവീഴ്ചകളുടെ പേരിൽ വലിയ തരത്തിൽ ആക്രമണം നടത്തി അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഗുണം ലഭിച്ച കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഒരു സ്ഥാപനത്തിന് വേണ്ടി കോടതികളിൽ വാദിക്കുന്ന പ്രതിഭാഗം വക്കീലിനെ തന്നെ ദേവസ്വം ബോർഡിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോടതിയിൽ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി നിയമിക്കണമെന്നൊരു തോന്നൽ പോലും സതീശൻ സർക്കാരിൽ നിന്ന് ഉണ്ടാകരുതായിരുന്നു. ഇവിടെയാണ് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ B. അശോകുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു സംഭവം കൂടി ഓർത്തെടുക്കേണ്ടത്. ശ്രീ B. അശോകിനെ IAS ഉദ്യോഗസ്ഥനായി ഇരിക്കുമ്പോൾ തന്നെ സർക്കാരുകളെ ഇല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികളെ മുഖ്യമന്ത്രിയെ പരസ്യമായി വിമർശിച്ചതിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയെടുത്ത് മാറ്റി നിർത്തിയ കാര്യം ഏവർക്കും അറിയുന്നുള്ള കാര്യമാണ്. എന്നാൽ ശ്രീ B. അശോക് മടങ്ങി വരുമ്പോൾ ശ്രീ B. അശോകിനെ പറ്റിയുള്ള പൊതുമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ ഇത്തരം വിമർശനങ്ങൾക്കപ്പുറം B. അശോക് ബീഫുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിൽ എഴുതിയ ബീഫ് മാംസത്തിൻ്റെ അപകടത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേക വിവരണം ഒരു പ്രധാന സംശയം നമ്മുടെ മുന്നിൽ ഉയർത്തി വിടുന്നുണ്ട്. ബീഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ബീഫ് കൂടുതൽ ഉപയോഗിക്കുന്നവർക്ക് 6 മുതൽ 10 വരെ വ്യത്യസ്ത രോഗങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അധികമായി അമൃതും വിഷമായി മാറും. ബീഫ് ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഇവിടെ കത്തു നിൽക്കുമ്പോൾ ബീഫുമായി ബന്ധപ്പെട്ട് നിരവധി ആക്രമണങ്ങളും കൊലപാതകങ്ങളും ദേശീയ തലത്തിൽ സംഘടിപ്പിക്കാൻ RSS മടിച്ചു നിൽക്കാതിരിക്കുമ്പോൾ ബീഫ് ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ പരസ്യമായി നിലപാടെടുക്കുന്നത് സ്വാഭാവികമായി നിരവധി സംശയങ്ങൾ ഉണ്ടാക്കും. ഇനി ബീഫിനെ പറ്റി
RSSകാർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഋഗ്വേദങ്ങളിലൊക്കെ ബീഫ് ഉപയോഗിച്ച ചരിത്രത്തെ പറ്റി, ബീഫ് ഉപയോഗിക്കുന്നതിനെ പറ്റി ആരോഗ്യകരമായി വിലയിരുത്തിയിട്ടുണ്ട് എന്ന് വേദവിദഗ്ധന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ശ്രീരാമൻ ലങ്കായുദ്ധം വിജയിച്ചതിന് ശേഷം അദ്ദേഹം മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കി അദ്ദേഹത്തിന്റെ അനുജൻ രാജാവ് രാമനെയും അദ്ദേഹത്തിന്റെ സഹായികളെയും സ്വീകരിച്ചത് വലിയ തരത്തിൽ ഈ പറയുന്ന ബീഫ് ആഘോഷം നടത്തിയെന്ന് പുരാണങ്ങളിൽ നിന്ന് വായിക്കാം. അങ്ങനെ ബീഫിനെ ഒരു രാഷ്ട്രീയ ആയുധമായി, ജനങ്ങളെ തല്ലിക്കൊല്ലാനുള്ള ഒരു ആയുധമായി RSS ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബീഫ് കഴിക്കുന്നതിൻ്റെ അപകടത്തെ ഊന്നിക്കൊണ്ട് ലേഖനം എഴുതി ആളുകളുടെ ശ്രദ്ധ നേടാൻ ഡോക്ടർ D. അശോക് നടത്തിയ ശ്രമങ്ങളെ കേവലം ഒരു ഭൗതിക വ്യവഹാരമായി കാണാൻ കഴിയില്ല. ചുരുക്കത്തിൽ അഡ്വക്കേറ്റ് KB പ്രദീപിനെ ഹൈക്കോടതിയിൽ നിയമിച്ചതും ഡോക്ടർ B. അശോക് സർവീസിലേക്ക് മടങ്ങി വരുമ്പോൾ അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി പദവി കൊടുത്തതുമൊക്കെ സതീശൻ സർക്കാരിനും ഒരു കാവ്യ നിറം പിടിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന സംശയം ഇവിടെ ശക്തമാക്കുന്നുണ്ട്.